ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ വന്നാന്നല്ല ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ സാധാരണ മാംഗോ ഫെസ്റ്റ് ഉണ്ടാകുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ മാങ്ങ ഇങ്ങനെ കാണാനുണ്ടാവും, അതിന്റെ പേരും ഉണ്ടാവും. ഇത് അതല്ല, നമ്മള് ഇത് ലൈവ് അതാ അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പോരാണ്. ടേസ്റ്റ് ഇതാണ് ബാപ്പു. അവസാനം എത്തുമ്പോൾ ഫൈനലായിട്ട് എനിക്ക് ഇഷ്ടമുള്ള മാങ്ങ പറയാം, എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് പറയാം പറഞ്ഞിട്ട് അതിന്റെ തൈ എവിടെ കിട്ടുന്നതിന് വേണ്ടി കൊണ്ടുവന്നു ഇഷ്ടമുള്ളവർക്ക് നല്ല മാവിന്റെ തൈ ഉണ്ടായി വെക്കുക. ഇത് നമ്മളെ 5ാമത്തെ മാംഗോ ഫെസ്റ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക മാങ്ങൻ്റെ വെറൈറ്റികളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 100-ലധികം വെറൈറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മിക്കവാറും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഇവിടെ നാട്ടിലുണ്ടാകുന്ന മാവുകൾ. തായ്ലൻഡ് വെറൈറ്റി ഇനി വരാണ്ട്, വിലമായ രീതിയിൽ വരാണ്ട്. നിയുക്ത MLA CK കാസിം, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മളെ മെയിനായിട്ട് MS കോട്ടയിൽ കേരള മാംഗോമാൻ, ഇവരൊക്കെ നമ്മളെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന്. നമുക്ക് ഇപ്രാവശ്യം CK കാസിമാക്കൻ്റെ പ്രവചന മത്സരം ഉണ്ടായിന്. അതിൽ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും നല്ല വലിയ മാത്തൈ അതും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇന്ന് തന്നെ നമ്മൾ കൊടുക്കുകയാണ്. ഇന്ന് തന്നെ അത് മൂപ്പര കൈ കൊണ്ട് തന്നെ കൊടുക്കണമല്ലോ. അഹമ്മദ് കൊടക്കാട് തോട്ടത്തിൽ എന്റെ ഒരു അനിയന്റെ മോളൂടെയാണ് കേട്ടോ. ഞാനെന്റെ മനസ്സോട് യാതൊരു അസുഖം കൊടുക്കരുത്. കാരണം അസുഖം ആദരവുണ്ട്. നിങ്ങളെന്റെ ആദരവ് വോട്ടായിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. പുതിയ ആദരവിന്റെ ആവശ്യമില്ല. ദേശീയ അധ്യാപക അവാർഡ് നേതാവ് നമ്മുടെ അഭിനവനുമായ അമിർവാസ് ആദരിക്കുന്നു. ഇത് ഒരു താരം അറിയിക്കുകയാണ്. നമ്മൾ നന്നായി കഴിക്കുന്ന നല്ല മീനാണ്. ഇത് ഇന്ത്യൻ ഹൈബ്രിഡ് ആണ്. പൂച്ച അരുണിമ എന്ന് പറയും, ഹൈബ്രിഡ് ഇനാണ്. ഇതാണ് നല്ലൊരു താരമായിട്ടുള്ള മാങ്ങയാണ്, നല്ലൊരു ഭംഗിയാണിത്. ഇത് നല്ല മാങ്ങയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. അത്യാവശ്യം കഴിക്കാൻ ആണെങ്കിൽ വളരെ കനകരമാണ്. സന്തോഷം. കാരശ്ശേരി പഞ്ചായത്തിലെ കാരശ്ശേരിയിലെ പൊയിലിൽ അഗ്രോ ഫാമിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രിയപ്പെട്ട അബ്ദുവിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടത്തുന്ന വലിയ മാതൃകാപരമായ ഒരു മാംഗോ കൃഷിയാണ്. ജൈവ തരത്തിൽ കൃഷി ചെയ്ത് വലിയ വിളവുണ്ടാക്കി ഇവിടെ എല്ലാ വർഷവും നടത്തുന്ന പരിപാടിയാണ്. ജീവകാരുണ്യ പ്രവർത്തനവും അതോടൊപ്പം തന്നെ പ്രോത്സാഹന പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടാണ് ഈ അഗ്രോ ഫെസ്റ്റ് ഇവിടെ നടന്നു പോകുന്നത്. പൊയിലിൽ കുടുംബാംഗങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും അബ്ദുവിന് കൊടുക്കുന്നുണ്ട്. ഒരു മാതൃകാ കർഷകനായി അബ്ദുവിനെ ഇതിനു മുമ്പ് തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇനിഷ്യേറ്റീവ് വളരെ മാതൃകാപരമാണ്, മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ കഴിയുന്നതാണ്. തീർച്ചയായും ഇവിടെ വന്നതിലും കാണാൻ കഴിഞ്ഞതിലൊക്കെ അദ്ദേഹം സന്തോഷമുണ്ട്. വെറൈറ്റിയിലുള്ള മാംഗോസാണ് ഇവിടെ ഉള്ളത്. നമ്മുടെയൊക്കെ നാട്ടിൽ ഇതുവരെ കാണാത്ത പല പേരുകളിലും പല വെറൈറ്റിയിലുള്ള ഫീഡുകൾ ഇവിടെ ഉണ്ട്. ഏതായാലും ശരി, ഈ ഒരു പരിപാടി നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അബ്ദുവിന് സാധിക്കട്ടെ. പൊയിലിൽ അഗ്രോ ഫാമിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇതിനോട് സഹകരിക്കുന്നവർക്കൊക്കെ എല്ലാവിധ നന്മകളും നേടുന്നു. ഇതൊരു അത്യപൂർവമായ മാങ്ങകളുടെ കാഴ്ച ബംഗ്ലാവ്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇത്രയധികം വിവിധ മാങ്ങകളുള്ള വേറൊരു ആഗ്രോ ഫാം ഉണ്ടായിരിക്കില്ല. ഏതായാലും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന് വലിയ അഭിമാനമുണ്ട്. എൻ്റെ സുഹൃത്തു കൂടിയാണ്, സാപ്പാടിയാണ് ഇതിൻ്റെ ഓണർ അബ്ദു. മാത്രമല്ല അബ്ദു നട്ടുവളർത്തിയ ഫലവൃക്ഷങ്ങളാണ് നമ്മുടെ വിവിധ റോഡുകളിൽ നിന്ന് കായ്ച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കർണാടക വിവിധ മേഖലയിൽ, അതായത് ഗുണ്ടൽപേട്ട അടക്കം എത്രയോ ഫാമുകൾ അബ്ദുവിൻ്റെ നേതൃത്വത്തിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഏതായും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിനും കാരശ്ശേരി ജനതയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. പൊയിൽ അഗ്രോ ഫാം സാധാരണ നിലയ്ക്ക് ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ കണ്ടുപോകാന്നില്ലാണ്. ഇത് റിയലി എക്സ്പീരിയൻസ്ഡ് ആണ്. ഈ 100-ൽ പരം മാംഗോ നമുക്ക് രുചിച്ചു കൊണ്ട് തന്നെ ആസ്വദിക്കാനൊരു അവസരമാണ് ഈ ഫാം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്, ഈ അബ്ദുക്കയുടെ നേതൃത്വത്തിൽ. തീർച്ചയായും അദ്ദേഹം നമ്മുടെ നാടിനൊരു മുതൽക്കൂട്ടായിരിക്കുമെന്നും പുതിയ തലമുറക്ക് പുതിയ ഒരാശയം നൽകുന്ന ഒരു മെസ്സേജ് കൂടിയാണ് അദ്ദേഹം ഇവിടെ രൂപപ്പെടുത്തിയത്. തീർച്ചയായും അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകും. നമസ്കാരം, ഞാൻ കാസർഗോഡ് നിന്നാണ് വന്നിട്ടുള്ളത് ഇവിടുത്തെ മാംഗോ ഫെസ്റ്റിന്. ഞാൻ ഒരു
5 വെറൈറ്റി മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് എൻ്റെ ഫാമിൻ്റെ പേര് ഇറം ഫാം എന്നാണ്. എനിക്ക് ഒരു 200-ലധികം വെറൈറ്റി മാങ്ങ ഉണ്ട്. എനിക്ക് മാവുണ്ട്. കുറേ ഇപ്പോൾ കായ്ച്ചിട്ടുണ്ട്, കുറേ ചിലത് കായ്ക്കാനുണ്ട്. ഞങ്ങൾക്ക് കുറേ സ്ഥലമുണ്ട് കാസർഗോഡ് ജില്ലയിൽ. ഒരു 40 ഏക്കറോളം സ്ഥലമുണ്ട്. പിന്നെ ഇറം ഫാമിൻ്റെ ഒരു ചക്കരക്കുട്ടിയുണ്ട്, നല്ല ടേസ്റ്റിയാണ്. പിന്നെ അതുപോലെ കല്ലങ്കടി എന്ന് പറഞ്ഞിട്ട്, അത് എൻ്റെ ഫാമിലി പേരാണ് കല്ലങ്കടി എന്ന്. അപ്പം ഞങ്ങൾ വീട്ടിൽ മാത്രം ഉള്ള ഒരു മാങ്ങയാണ് ഇത് ഞങ്ങൾ ഇട്ട പേരല്ല. ഇത് ആൾക്കാർ പറയുന്നത് കല്ലങ്കടി മാങ്ങാന്ന് എല്ലാവരും പറയും. അങ്ങനെയാണ് ഇതിന് കല്ലങ്കടി എന്ന് പേര് വന്നത്. പിന്നെ ഈ മൊഗ്രാൽ മാംഗോ, അത് ഞങ്ങൾ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിൻ്റെ മുമ്പിൽ ഉണ്ടായ മാവായിരുന്നത്. അത് NH പോയി അപ്പം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇത് പത്രത്തിലെല്ലാം വന്നതാണ്. ഒരു വൈറലായ മാങ്ങയായിരുന്നത്, ഫേസ്ബുക്കിൽ വൈറലായതായിരുന്നു. അത് ഒരു നാടൻ മാവ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പിൽ ഒരു സഗിൽ എന്ന് പറയുന്ന ഒരാളാണ് ഇത് പരിചയപ്പെടുത്തിയത്. പിന്നെ ഇത് ഞങ്ങളെ ഇറം ഫാമിൽ തന്നെ ഞങ്ങളെ ഫാമിലി തോട്ടത്തിലുള്ള ഒരു മാങ്ങാന്ന്. അപ്പോൾ ഇതിന് ഞങ്ങൾ IRM റെഡ് എന്നാണ് ഇട്ടത്. ഇതിന് ഞങ്ങൾ പേരിട്ടത്. ഇത് രജിസ്റ്റർ ആയിട്ടില്ല അങ്ങനെ. പിന്നെ ഇത് കൊക്കോ പോലത്തെ ഒരു മാങ്ങയാണ്, കൊക്കോൻ്റെ ഷേപ്പുള്ള. അത് മാറ്റാണ് ഇതല്ല, എന്താണ്, ഫിനിഷല്ല, ഗ്ലോസി അല്ല. ഇത് നല്ല വലിപ്പമുണ്ട്. ഇത് 1 കിലോ അധികം വലിപ്പം വരും ഈ മാങ്ങക്ക്, ഈ കൊക്കോ മാംഗോക്ക്. ഞാൻ സുമയ്യാണ് എൻ്റെ പേര്. കാസർഗോഡ് നിന്ന് വരുന്നതാണ്. എൻ്റെ വീട്ടിൽ ഉണ്ടായ രത്നയാണിത്. നമ്മളെ ചെമ്മനാട് കൃഷി വന്ന് കിട്ടിയ ഒരു തൈയാണ് രത്നൻ്റെ. ഒരു കൃഷി ഓഫീസർക്ക് പിന്നെ ഒരു കൃഷി ഓഫീസർ കൊടുത്ത് വിട്ടത് നമ്മളെ വീട്ടിലേക്ക് എത്തിയതാണ്. അവർ കൊണ്ടുപോകാത്തത് കൊണ്ട്. പിന്നെ ചേരി മാമ, ബാപ്പു ചേരി എന്ന് പറയുന്നത്, അത് ബാപ്പു സ്ഥാപിച്ചാൻ്റെ കാസർഗോഡ് മാങ്ങയാണ്. ഇവിടെ തുടങ്ങും, കോട്ടൂർക്കോണത്ത് നിന്ന് തുടങ്ങല്ലേ. ഇത് കോട്ടൂർക്കോണാണ്. കോട്ടൂർക്കോണത്തിൻ്റെ ടേസ്റ്റൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് ആദ്യം നിങ്ങൾ തിന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരേ ടേസ്റ്റായി തോന്നും കേട്ടോ. ആദ്യത്തെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, പിന്നൊക്കെ ഒരേ ടേസ്റ്റായി തോന്നും. ഉദ്ഘാടനം ചെയ്തോളൂ, എല്ലാവർക്കും തരാം. കോട്ടൂർക്കോണത്തിൻ്റെ അഭിപ്രായം എന്താണ് പറഞ്ഞാണി? അല്ല വലിയ പ്രശ്നമാണ്. കോട്ടൂർക്കോണെന്ന അഭിപ്രായം പറയാല്ലേ? ഈ കോട്ടൂർക്കോണം എന്ന് പറയുന്നത് ഞങ്ങളെ കാസർഗോഡിന്റെ കപ്പായി മാങ്ങയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. പപ്പക്കായ് മാങ്ങ ഞങ്ങളതിനെ പറയല് കുണ്ടിക്ക മാങ്ങ എന്നറിയോ ഇവിടെ. ഏതായാലും ഷുഗർ ഉള്ളവർക്ക് നല്ലതാ. മധുരം കുറവുണ്ട്. അത് മധുരം അത്ര ഉള്ള മാങ്ങല്ല. എന്താ ഇത് കോട്ടൂർക്കോണം കഴിക്കാത്തവരൊക്കെ പോരും. ആരാണ് ഇത്? കോട്ടൂർക്കോണം തരാം. ഇത് കോട്ടൂർക്കോണം കഴിച്ചോളെ. ഒരു തലക്കെന്ന് പോവാം, നമ്മളൊക്കെ പാടെ കൊളാവും. കൈ നോക്കണേ നമ്മള്. വരാം. ഇത് ചക്കരക്കുട്ടിയല്ലേ? ഇതാണ് ചക്കരക്കുട്ടിട്ടാ. ഇത് കാസർഗോഡിന്റെ ചക്കരക്കുട്ടിയല്ല, ഇത് തമിഴ്നാട്ടിൻ്റെ. വേറെ ഉണ്ട്, അത് പഴുത്തിട്ടുണ്ട്. അണ്ണനാണ് കേട്ടാ. തമിഴാണ്, തമിഴ് പറയുള്ളത്. തമിഴ് നാടനാ. ഇത് ചക്കരക്കുട്ടി വരും. ആരൊക്കെ വരും? മുന്നോട്ട് പോരെ, ചക്കരക്കുട്ടി തിന്നോളെ. ഫൈബർ ഉണ്ടല്ലോ, ഞാൻ കഴിക്കട്ടെ. അപ്പൊ തന്നെ പറയാ. ചിലർക്ക് മാങ്ങന്റെ അണ്ടി ഇഷ്ടമാണ് കേട്ടാ. തരാം, അണ്ടി പിടി. ഇനിയും തരാം. രസമാണ്. ഈ ചക്കരക്കുട്ടിയിൽ കുറെ വകഭേദങ്ങളുണ്ട്. നമ്മൾ ചക്കരക്കുട്ടി നേരം കളയേണ്ടതാ. തിരക്കൂട്ട. നമുക്ക് ഇതൊക്കെ തിന്നിട്ട് പോവാം. എല്ലാവർക്കും വെയിറ്റ് ചെയ്യും. നിങ്ങൾ വെയിറ്റ് ചെയ്ത്. തരും.
എല്ലാവരും കടന്ന് കുറച്ച് ആള് പോയിക്കോട്ടെ വെച്ചിട്ടാ എന്താ മുന്നോട്ട് വരും ഇത് നേരത്തെ എന്താ നിന്റെ കയ്യിൽ നിന്ന് മാങ്ങ കിട്ടില്ല എന്ന് പറയണ്ട ആർക്കൊക്കെയാണ് ആ മൊഗരാലൊന്ന് നോക്കട്ടെ മൊഗരാൽ ഞാൻ തിന്നിട്ടില്ല ഇത് പൊളിക്കും ഇത് കവറിടാതെ പഴുത്തതാണ് തന്നെ അത് നല്ല ടേസ്റ്റുള്ള വാങ്ങ ഇതാക്കി തരാം ചെറിയ മാങ്ങ ഇതെല്ലാവർക്കും എത്താൻ വേണ്ടി ഞാൻ ചെറിയ കഷ്ടമായി ഡബിൾ മൊഗ്രാൽ ഇത് ഞങ്ങളെ പഞ്ചായത്തിന്റെ മുമ്പിൽ ഉണ്ടായ മാങ്ങയാണ് അത് NH-ലേക്ക് പോയി ആ മാങ്ങ പോയി അന്ന് വെട്ടി കുറെ ആൾക്കാർ തൈകൾ ഉണ്ടാക്കി ഫസ്റ്റ് ഉണ്ടാക്കിയത് കാഴ്ചതാണ് മൊഗരാളം അടിപൊളി മൊഗരാൾ നല്ല മാങ്ങയാണ് ആ മൊഗരാൾ കഴിക്കട്ടെ എന്നിട്ടാക്കി ഒരു കഴിക്കാത്തൊരു ഫ്ലേവർ ഇല്ല നാടന്മാവാണ് നല്ലൊരു സ്വീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ക്രോസിംഗ് ആണ് മാം ക്രോസാണ് ഒക്കെ തരാം എല്ലാവർക്കും തരും കൈ ടൈമ തട്ടും അതുകൊണ്ടോ ആരെങ്കിലും പോരി ഏറ്റെടുത്തോളി ഒരു കുഴപ്പമില്ല ഞങ്ങൾ പോരും റഷീദോ റഷീദാ ആ ഞാനൊക്കെ മുഗരാളം കിട്ടാത്തത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ആ ആ ഇവിടെ ഉണ്ടായിരുന്നേ ഞാൻ ഇന്നിപ്പോ വേറെ ആരാന്ന് വിചാരിച്ചു ആ ആ എന്താ ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് മുഗരാൾ ഏതായിരുന്നു മുഗരാളിൽ തന്നെ ഇടട്ടെ ഇനി ഇതിൽ നിന്ന് എല്ലാവരും ഓരോരോ പീസ് എടുക്കട്ടാ ആ തിന്നോര് പിന്നെ എടുക്കല്ലേ അണ്ടി ആർക്കാ വേണ്ടേ ഇത് പിന്നെ പോളിയാണോ ഇത് പൊതുപോളിയാ മോണോ ഇതെന്താണ് ഇത് കല്ലങ്കടി ഇത് ഇതാണ് കല്ലങ്കടി കല്ലങ്കടി നോക്കാം നമ്മൾ അങ്ങോട്ട് പോവാ ഗാർഡനിൽ പോവാ ഇത് തൊലി പൊളിച്ച് കഴിക്കണം അത്ര തന്നെ അല്ല അണ്ടിയല്ല നല്ലോണം ഫൈബർ ഉണ്ട് ഏതെങ്ങനെ ഉണ്ട് നോക്കട്ടെ ഇങ്ങനെയല്ല കഴിക്കേണ്ടത് എങ്ങനെ കഴിക്കണ്ടേ ഇങ്ങനെ കഴിക്കേണ്ടത് വേഗം അടച്ചാളി ഇത് ഞങ്ങൾ ബൗളിൽ വെക്കലാണ് ഇങ്ങനെ സ്റ്റാർ ഐറ്റംസ് ഇത് കല്ലങ്കടി ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ ഒന്നാമതല്ല ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ അല്ല ഇത് ഈ മാങ്ങല്ലേ ഇത് നമുക്ക് ഓരോന്ന് എടുത്തു കൊടുക്കി ഇത് മറ്റേതാണ് ചക്ര എന്താ പറയുക ചന്ദ്രകാരൻ എല്ലാവരും ഓരോന്ന് എടുത്തോളി നോക്കാം ഓ മൂപ്പര ഒരു ഇത് വേറെ തന്നെ കേട്ടാ ഇത് വേറെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചന്ദ്രകാരൻ ഈ മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു ഫ്ലേവർ ഉണ്ടല്ലോ കിട്ടിയ വരും ഇതാരാണ് ഇത് പിന്നെ ഇതെന്താ ഇതാരാണ് ഇത് അപ്പത്തെ എന്താ രസണ്ടാ പഴുത്തുക്കണ രസണ്ടാ എന്താണ് കൊക്കോ മാംഗോ കൊക്കോ ചന്ദ്രകാരൻ്റെ അഭിപ്രായം എന്ത് ചോദിക്കാൻ എല്ലാവരും അത് നല്ല അഭിപ്രായം ഉണ്ടാവുള്ളൂ നല്ല അഭിപ്രായം അല്ലേ അത് കുഴപ്പമില്ല വീണത് അത് കയ്യിൽ നിന്ന് കുറേ കൊണ്ടുപോകുമ്പോ ചന്ദ്രകാരനെ കൊക്കോ ഓരോന്നോരോന്ന് എടുത്തോളിട്ടാ എടുത്തരാനും നേരമില്ല ഇത് ഞാൻ മുറിക്കണോ എല്ലാവർക്കും തരും ഇഷ്ടം പോലെ ഉണ്ട് കൈ കത്തി പറ്റിയ നമ്മള് കമ്പനി വേറെ ഏതോ മാങ്ങന്റെ പുളി ഇത് വേറെ ഏതോ മാങ്ങന്റെ ഒരു പുളി വേറെ ഇത് മൂക്കാണ്ട ഇതാരാണ് മൂവാണ്ടനല്ലേ അവിടെ ഇരിക്കട്ടെ ഇതാരാണ്
ഇതന്നെയാണ് ഇത് അല്ല അവിടെ ഇരിക്കുക ഇതാണ് അത് പൈത്തില്ല നോക്കി പൈത്തണോ ഇതെന്താ രത്ന അയ്യോ രത്ന ചീറും ആ അങ്ങനെ തിന്നാലേ രത്ന ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ തിന്നത് എല്ലാരും തിരക്കൂട്ടരുത് സാധനം ഇഷ്ടം പോലെ ഉണ്ട് കുന്തും തള്ളി ഉണ്ടാക്കല് എല്ലാവർക്കും തരും ഒന്നും നോക്കല്ല വീട്ടിലുള്ള ആരും എടുക്കലില്ല വീട്ടിലില്ലാത്തവരുണ്ടോ ഇത് ഇവിടെ കൊങ്കൺ KKVP രത്ന എന്ന് പറഞ്ഞാൽ കുറെ ലൈഫ് സെൽഫ് ടൈം കൂടുതലാ കുറേ ശരിക്കും തിന്നോര് രണ്ടാം പ്രാവശ്യം വാങ്ങില്ലേ എല്ലാവർക്കും എത്തിക്കോട്ടെ ആ ഉടായ്പ ടേസ്റ്റ് കൊണ്ട് വാങ്ങുന്നുണ്ട് കൈ പോലെ ആളെ ഞങ്ങൾ കൈ രണ്ട് കണ്ടാ തോന്നുന്നു ഇതിന്റെ അണ്ടി ആരെ ചെയ്യുമ്പോഴേ അന്ത് ഒരു മോശമില്ല അടിപൊളി കേട്ടാ അതിന്റെ ഫ്ലേവർ സ്മെല്ല് കിച്ചണിലൊന്നും കയറാനേ പറ്റിയില്ല മാങ്ങയുടെ ഇത് എന്റെ മാങ്ങ നോക്കിയൊന്നു ഇല്ല ഇതെന്താ ഇനി മുറിക്കണ മുറിച്ചരാ ഇത് സാപ്പിച്ചാന്റെ ചേരി മാങ്ങ ശരിയാ ബാപ്പുവിടെ ബാപ്പു ചേരി അത് ബാപ്പു അല്ല അത് വേറെ മാങ്ങ ചേരി മാങ്ങ ഞാൻ തരാം ഞാരെ കിട്ടാത്ത ഞാരെ തിന്നാത്തവര് വരും തിന്നോര് മാറിക്ക് രണ്ടാം പ്രാവശ്യം തിന്നല്ലേ തിന്നാത്തവര് വരും ഇത് രത്നട്ടാ ഇതാണ് അടിപൊളി ഞാരെ രത്ന ഇപ്പൊ നമ്മൾ തിന്നതിൽ ഏറ്റവും ഒന്നാം സ്ഥാനം രത്ന കാണട്ടാ ഇതുവരെ വന്നതില് ഇതുവരെ തിന്നതിൽ രത്ന ആ ഫ്ലേവർ നല്ലതാണ് ബ്രിക്സ് കുറവാണെങ്കിൽ നല്ല ഫ്ലേവർ ഫ്ലേവർ രക്ഷയില്ല ഫ്ലേവർ ആരാ രക്ഷില്ല രത്ന വേണ്ടവർ ആരെങ്കിലും കടന്നു വരാ ഞാനാ സാധാരണ മാംഗോ ഫെസ്റ്റ് ഉണ്ടാകുന്ന സംഭവം എന്താ വെച്ചാൽ മാങ്ങ ഇങ്ങനെ കാണാനുണ്ടാവും അതിന്റെ പേരുണ്ടാവും ഇത് അതല്ല നമ്മള് ലൈവ് അതാ അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പോരാണ് ടേസ്റ്റ് ഇതാണ് ബാപ്പു അവസാനം എത്തുമ്പോ ഫൈനലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാങ്ങ പറയട്ടെ പറഞ്ഞ എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് പറയാം പറഞ്ഞിട്ട് അതിന്റെ തൈ ചെറുതിൽ കിട്ടുന്നതിന് വേണ്ടി കൊണ്ടുവന്നു ഇഷ്ടമുള്ളടത്ത് നല്ല മാവിന്റെ തൈ ഉണ്ടായി വെക്കുക ബാപ്പുചേരി എന്റെ കയ്യേറ്റ് പോകുന്നത് എല്ലാവർക്കും തരും എനിക്ക് എല്ലാവർക്കും കൊടുക്കാൻ പിന്നെ ഇത് കേസർ മുറിക്കാൻ പോവാണ് കേസർ ബഹുമസൂചിക പദവിട്ട മാങ്ങയാണ് അൽഫോൺസ കേസർ ജൽദാറു ഇന്ത്യയിൽ കുറെ മാങ്ങ കിട്ടിക്കണം അതിൽ കിട്ടിയതാണ് കേട്ടാ ഇത് ഇപ്പൊ ഇത് ടേസ്റ്റ് അറിയാം ഇത് നോക്കി ഇതൊന്നും തിന്ന് ടേസ്റ്റ് അറിയാൻ പറ്റില്ല ഇനി ഉണ്ടാവും നമ്മള് മുറിക്കാൻ പോകുന്ന സാഫിച്ചന്റെ ബാപ്പു മാങ്കോ കേട്ടോ മാപ്പൂതാ പക്ഷെ വലുപ്പത്തിലുള്ളത് ഇതൊക്കെ മാങ്ങിന്റെ ശരാശരി വലുപ്പം തന്നെ മാങ്ങിന്റെ ഒരു ക്വാളിറ്റി നടത്തുന്നതാണ് ഇതൊന്നും സംഗതി നോക്കല്ലേ നല്ല വാങ്ങ ഇത് മൂത്തില്ല കേസർ നല്ല വാങ്ങ സാഫിച്ച പറഞ്ഞ മാങ്ങ സൂപ്പർ വാങ്ങ ബാപ്പു മാങ്കോ ഞാൻ തിന്നോ എപ്പ പറഞ്ഞുതരാം തിന്നാൻ കിട്ടണ്ടേ തീർന്നു പോവാ അല്ലേ
കുഴപ്പമില്ല നാടൻ മാങ്ങ ആപ്പൂസ് സിന്ധൂർഗിലെ മെയിൻ സാധനമാണ് അൽഫോൺസ ഇഷ്ടം പോലെ എന്റെ ഫേവറേറ്റ് മാങ്ങ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നല്ല ടേസ്റ്റുള്ള മാങ്ങ ഇതേ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻ കർണാടക ചെയ്യുന്നതാണ് മല്ലികനേക്കാളും കൂടുതൽ ഈ സാധനം ഇത് നമ്മുടെ ഗോവൻ വൈസ്രോയി ആൽഫോൺസോ ആൽബർക്കറുടെ പേരിൽ അറിയപ്പെടുന്ന മാങ്ങയാണ്. അൽഫോൺസോ ഡി ആൽബർക്കർ അയാളുടെ പേര് അയാളുടെ പേരിൽ അറിയപ്പെടുന്ന മാങ്ങയാണ്. ലോകത്തിലെ 1-ാം നമ്പർ മാങ്ങയാണ് ഇത്. അൽഫോൺസോ എന്നാണ് ഇതിന്റെ പേര്. ഇത് രത്നഗിരി ആപ്പൂസ് അല്ലേ? ആപ്പൂസ് നല്ല നമുക്കൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ്, മാംഗോ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എല്ലാ ക്ലൈമറ്റിലും ഇത് ഉണ്ടാവുന്നുണ്ട്, നല്ല കൂടുതൽ ക്വാണ്ടിറ്റിയിലും ഉണ്ടാവുന്നുണ്ട്. ഉണ്ടാവുന്നുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ആണ്, നല്ലൊരു ഫ്ലേവറാണ്. ഞാൻ മോക്കാരനെ കിട്ടാണ്ട പേര് കഴിച്ചാ ഒന്ന് പറഞ്ഞ് കഴിച്ചോളൂ. ഇതെന്താ ശരിക്കും ഇങ്ങനല്ല കഴിക്കണ്ടേ പച്ചക്ക ആ പേരക്കന്റെ ടേസ്റ്റ് വരുമ്പോ കഴിക്കണം. കച്ചാമീട്ട ഇന്നത്തെ ഭക്ഷണം ഇതെടുത്തോളി, അരിഞ്ഞിടാണ് എടുത്തോളി. പ്രിയൂര് അങ്ങനെ പോകും താഴത്തേക്ക്. അല്ല ഇത് പിന്നെ നമ്മളെ ഗോവയിൽ നിന്ന് മറ്റേ ഇയാൾ കൊണ്ട് ഒരു ഗിഫ്റ്റ് കൊടുത്താണ് നമ്മളെ ഒരു പള്ളിരാച്ചനക്ക്. അങ്ങനെ പള്ളിരാച്ചൻ ഇത് പിന്നെ അണ്ടി മുളപ്പിച്ചിട്ടുണ്ടായ ഒരു വേരിയന്റ് ആണ്. എന്താ അഭിപ്രായം? പ്രിയൂരിന്റെ അഭിപ്രായം എന്താ? നല്ല ഉണ്ടല്ലേ? ഞാനിവിടെ പ്ലാൻ ചെയ്തത് ഈ റേഷ്യോയിൽ അങ്ങനെ ആപ്പൂസ് പ്രിയൂര് സെക്കൻഡ് ഇങ്ങനെ ഒന്ന് കുറേ സെക്കൻഡ്. ഇനി ആർക്കും പ്രിയൂര് മുറിക്കണ കുട്ടിയെ കിട്ടിയണ ഇതാരാണ്? നീലനാ ഞാൻ മുറിക്കണില്ല. ഇതാരാ? ഇതേതാണ്? ഇത് നോക്കാം. അല്ല ഇതിന് പേര് കിട്ടിയില്ല നമുക്ക്. ഇത് ഞാൻ അപ്പൊ പറഞ്ഞുതരാ, എനിക്ക് സംശയമുള്ള മാങ്ങ പേര് കിട്ടിയില്ല. ഇപ്പൊ ആദ്യം പേര് കേട്ടത്. അപ്പൊ ഇത് ജഹാംഗീറാണ്. ജഹാംഗീർ പക്ക. ഓക്കെ, സംശയം ഉണ്ടായി. ജഹാംഗീറിന് പേരിട്ട് ആൾക്കാരൊക്കെ തല്ലിട്ടു. ഇത് മൂത്തിടില്ല പേരിട്ടില്ല, അതുകൊണ്ടാണ് മുക്കാതെ പറിച്ച. നല്ല വാങ്ങ മുക്കാതെ പറിച്ചാണ്. ഇത് ജഹാംഗീറാണ് കേട്ടോ. ജഹാംഗീർ പക്ഷെ ശരിക്കും മൂത്തിടില്ല, പക്ഷെ അടിപൊളി മാങ്ങ. നല്ല പൊടി ജഹാംഗീർ മോശ. ഈ ജഹാംഗീർ എന്നൊക്കെ പറഞ്ഞാൽ നവാബുമാരുടെ പേരാണ്. ജഹാംഗീർ, നൂർജഹാൻ, അതുപോലെ ഹിമാപസന്ത്, ഹിമയുദ്ദീൻ. ഇതൊക്കെ ഒരു മാങ്ങ ഉണ്ടായി. ഹിമാപസന്ത്, ഹിമയുദ്ദീൻ ഒക്കെ മോശം പറയാൻ വേണ്ടിയിട്ടാണ്. നല്ല മാങ്ങ. അപ്പൊ കഴിച്ചാ മോള് കഴിച്ചോ? ഞാനാണ് ശേലന്. ഇതാണ് മല്ലിക. ഇതൊന്ന് മുറിക്ക. ഇത് ആരെ മല്ലികയാണ്? ഇവിടെ ഒരു പുഴുവില്ല. ഇല്ല കുത്തിട്ട് പുഴുവൊന്നും പുള്ളിക്ക് വരില്ല. അടിപൊളി ആയിക്കുന്നത് ഒന്നും നോക്കണ്ടല്ല. ഓരോരുത്തരും ഇരിക്കാൻ എല്ലാവർക്കും ഉണ്ട്. ഇതിന്റെ അണ്ടി ഞാൻ പറഞ്ഞ ഹൈബ്രിഡ്, ആദ്യത്തെ ഹൈബ്രിഡാണ് ICR കേട്ടാ. ആരോട് പറയുന്നു? ഈ സാധനമല്ല, ഈ സാധനം നീലനും തമ്മിലുള്ള ക്രോസ് ആണ് മല്ലിക എന്ന സാധനം. ഇത് ദശേരി നീലം ക്രോസ് ആണ് മല്ലിക. മല്ലികന്റെ അതേ ടേസ്റ്റ് ആണ്. എനിക്ക് ഒന്നുകൂടി ടേസ്റ്റ് അധികം ഇതിനാ തോന്നി. ഓവർ പൈക്കരുത്. മല്ലികന്റെ അണ്ടി ചെയ്യുമ്പോഴൊന്നും ആഗ്രഹം ഉണ്ടായിരിക്കും.
ഈ വണ്ടി നോക്കട്ടെ. ഇതെങ്ങനെയാണ് നോക്കാം. അപ്പൊ ഇതാ ജഹാംഗീറിന്റെ മാങ്ങണ്ടിയാണ് ഇത്. സംഭവം പിന്നെ മോണാണ്, പൊളിയല്ല. കണ്ടിട്ട് മോണാണ്. അതുകൊണ്ട് നമ്മളിതിന് മെനക്കെടാതിരിക്കാനല്ലേ. അതൊക്കെ അത് മോണോ അല്ലേ സംഭവം? അവിടെ ആ മോണാണ്. അപ്പൊ അതുകൊണ്ട് മുളച്ചിട്ട് കാര്യമില്ല, നമുക്ക് മരം വേണ്ട. നമ്മളെ ഇന്ത്യ ഹൈബ്രിഡിൽ മാതൃവിഷയമായിട്ട് വരുന്നതാണ് ഇത് കേട്ടോ. എപ്പോഴും ദശേരി ഇത് അടിപൊളി മാങ്ങയാണ്, യാതൊരു സംശയമില്ല. ഉണ്ടാവും. പക്ഷെ പെട്ടെന്ന് മൂപ്പരാണ് ഇത് സ്വീകരിക്കൂല, മറ്റുള്ളവര് സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ പ്രത്യേകം തരത്തിൽ കായ്ച്ചു കഴിഞ്ഞാൽ നിറയെ മാങ്ങ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ ഹൈബ്രിഡിന് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഭയങ്കര പ്രതിരോധമായിരിക്കും. മൂത്തില്ല മുക്കാതെ പറിച്ചാണൊക്കെ. അതൊക്കെ ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങളിത് മൂക്കാൻ നിൽക്കരുത്. ഇവിടുത്തെ മാങ്ങക്ക് വേണ്ടി പെസ്റ്റ് വളർത്തണം അടുത്തോല്ലട്ടാ. ഇവിടെ ചെയ്താൽ മതി. നിങ്ങളിത് മൂക്കാൻ നിന്നപ്പോ ഇവിടുത്തെ മാങ്ങ കഴിയാണ്. ഇത് മൂത്ത് പതിച്ചിട്ടില്ല, അപ്പൊ മൂത്ത് പതിച്ചാൽ എങ്ങനെ ആയിരിക്കും? ഇത് അതുകാണ്ട് തോന്നാ പുരിയാട്ടാ. മോശം ആ കുട്ടിയൊക്കെ കൊടുക്കേ. പുഴു നോക്കണം കേട്ടാ. ഇതാരാണ് ഇതാരാ പറഞ്ഞ? ബ്ലാക്ക് റോസ് ആണ്. ബ്ലാക്ക് ആൻഡ് റോസ് അല്ല, ഇത് കുണ്ട്. ബ്ലാക്ക് ആൻഡ് റോസ് അത് പുഴുണ്ടല്ലോ. നല്ല മാങ്ങ ഉണ്ടോ ബ്ലാക്ക് റോസ്? ഒക്കെ ഒന്ന് തന്നെയാണ്. മാങ്ങകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും പറയും, സംഗതി ഒന്ന് തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് റോസും ബ്ലാക്ക് റോസും ഒക്കെ ഒന്ന് തന്നെയാണ്. ഫൈബർ ഉണ്ട് അല്ലേ? മാങ്ങ സൂപ്പർ. രത്നഗിരി അപ്പൂസ് പറഞ്ഞ പിന്നെ ഞാൻ പറയുന്നത് മാങ്ങയാണ് ഹിമാപസന്ത്, ഹുമയുദ്ദീന്, കുറെ പേരുണ്ട് ഇതിണ്ടാ. ഹിമാപസന്ത്, ഹുമയുദ്ദീൻ, ഹിമായത്ത് എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കായ്ക്കും. ഇതിന്റെ മറ്റൊരു വ്യത്യാസം എന്താണെന്നറിയോ? പച്ചയില് പിടിക്കൂല. വേറെ കൂടി ഉണ്ട്, മുക്കാതെ പറിച്ചാലും മാങ്ങ ടേസ്റ്റ് ആയിരിക്കും. ബനാന അല്ലേ? നല്ല കായ പിടിക്കും. പുഴു നോക്കണേ. ഗ്യാരണ്ടി ഇല്ല കേട്ടോ, ഗ്യാരണ്ടി ഇല്ല. നല്ല കായ്ക്കും. കണ്ടോ, അത് കുറച്ച് തിരക്കൊയ്യും. പിന്നെ ആകാശം എടുക്കണ്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രോസിൽ ഒന്നാണിത്. പ്രഭാശങ്കർ 1951 ബോംബെ ഗ്രീനും ഈ ഇതുമാണ് വന്നത് ക്രോസ് വന്നത് 1951. നമ്മളൊന്നും ജനിച്ചിട്ടില്ല. അതിന്റെ മുന്നേ ഇന്ത്യ ഹൈബ്രിഡ് ഉണ്ടാക്കിയിരുന്നു. ചന്ദ്രക്കാരനാണ്. ഇത് കോമാങ്ങ. എന്താ? മങ്കുരിയാൻ ഒന്നല്ലത്. മങ്കുരിയാൻ ഗോവന്റെ മാങ്ങയാണ്, അതൊന്നല്ലത്. അല്ല മങ്കുരാതാ? അല്ലല്ല, മങ്കുരാത് വേറെയാണ്. ഇത് നമ്മളെ നാടൻ മാങ്ങ. ഇത് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന മാങ്ങ. ഇത് ഹിമാപസന്ത് ടു കാലപ്പാടി.
അതേ ഇമായുദ്ദീൻ ഇമാ പസന്തൊക്കെ ഒന്നാ ഏയ് തല്ലൂടുന്നു ഇമായുദ്ദീൻ കാലപ്പാടി ആയിവാ നീലല്ല ഇത് H87 ആണ്. സൂപ്പർ സാധനം സംഗതി മുതലാ അടിപൊളി സാധനം. ഇമായുദ്ദീൻ കാലപ്പാടി ഇമായുദ്ദീൻ ഇതിലുണ്ട്. അതായത് സൂപ്പർ എന്നിട്ട് എന്റെ ഇഷ്ടം എന്റെ താല്പര്യം കാലപ്പാടിയാണെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? എന്തത് പറയാൻ കാരണം എന്നറിയോ? ഇമായുദ്ദീൻ എന്ത് പറയാൻ കാരണം ഇത് റഷീദ ഇമായുദ്ദീന്റെ ഷേപ്പാണ്, കാലപ്പാടിന്റെ ഷേപ്പാണ് അത്. കാലപ്പാടിക്ക് ഇമായുദ്ദീൻ എന്താ ഞാൻ അവിടെ മുറിക്കാനുണ്ടോ റഷീക? പോമാങ്ങ വേണ്ട, ഇത് പുതിയ മാങ്ങ, പേരറിയില്ല. അല്ല അല്ല കർപ്പൂരത്തിന്റെ ടേസ്റ്റ് ഉണ്ട്. എന്തറിയല്ല കർപ്പൂരത്തിന്റെ ടേസ്റ്റ് ഉണ്ട്. ചെറുതാക്കി മുറുക്കിട്ടോ, കുറെ ആൾക്കാർ വെയിറ്റിംഗിലാ. ചെറുതാക്കി വാട്ടർ കണ്ടന്റ് ഉണ്ടല്ലോ എടുക്കരുത് റഷീദ, മൂത്തിടില്ല, വാട്ടർ കണ്ടന്റ് ഉണ്ട്. ഇത് ജെയിൻ ഡൈവറി ആണല്ലോ. ഇതാരാണ് പേരൊന്നുമില്ല. അറിയില്ല. ഇത് ലോക്കൽ മൂവാണ്. ഇത് പച്ച കഴിക്കാൻ നല്ല ടേസ്റ്റ്. അത് പച്ചയിൽ പിടിക്കും, പച്ച നല്ല രസം. ഇത് കൊറേ പേരുണ്ട്. കിയോസവായി ഒക്കെ ഒന്നെ കൊറേ പേര് ജെയിൻ ഡൈവറി ഒക്കെ പറയും. ഇത് പച്ചയിൽ നല്ല രസമാണ്, പച്ച തീരെ പുളി ഉണ്ടാവില്ല. റഷീദ് പച്ച കഴിച്ചിട്ടില്ല? പച്ച തീരെ ടേസ്റ്റ് ഇല്ല, പുളി ഉണ്ടാവില്ല. ഇതിന് പേരുകൊണ്ട് ഒരു ചക പകയാണ്. വീട്ടിലുണ്ടായ മല്ലികയാണ്. പച്ച കഴിക്കണം മാങ്ങ എന്തായാലും. ഇത് തായ്ലൻഡ് പച്ച കഴിക്കൂല. ഒരു മിനിറ്റ്, ഇത് പഴിച്ചിട്ട് കഴിക്കണ മാങ്ങല്ല, പച്ച കഴിക്കണ മാങ്ങയാണ്. പച്ച കഴിക്കണ മാങ്ങയത്. ഇത് തായ്ലൻഡ് ഒന്നും പഴിപ്പിക്കൂല. റഷീദിന്റെ മല്ലിക അടിപൊളിയാണല്ലോ. അതല്ല, ഞാൻ ക്ലാസ് എടുത്തെങ്കിൽ ഒരേ പാറ്റേണിൽ കുറെ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ല നിങ്ങൾക്ക്? ഇല്ല, ഇത് ഇമാ പസന്ത് അല്ല, ഇത് ഇതാണ് നാസി പസന്ത്. അത് മൂവാണ്ടന്റെ ഒരു ലുക്കും ഇല്ല കണ്ടിട്ട്. അത് മൂവാണ്ടൻ ഞാൻ നാസിന് വളരെ മോശം അഭിപ്രായം. നല്ലോണം നാസി പസന്ത് ഭയങ്കരമായിട്ട് പുഴുശല്യ കേട്ടോ, ഭയങ്കരമായിട്ട്. മാങ്ങയൊക്കെ നല്ല രസമാണ്, പുഴു പിന്നെ കൊമ്പുണക്കം എല്ലാ പ്രശ്നമുണ്ട്. മല്ലിക വരണ മല്ലിക ഇത് റഷീഖന്റെ മല്ലിക കേട്ടോ. അതായത് അണ്ടി മുളച്ചുണ്ടായ ഉറപ്പ് പറഞ്ഞില്ല, എന്റെ വീട്ടിലുണ്ടായതാണ്. മല്ലികയാണ്. ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അണ്ടി മുളച്ചോന്നല്ല, അക്ക മല്ലിക. അണ്ടി മുളച്ചോന്നല്ല. അണ്ടി മുളക്കാൻ സാധ്യല്ല.
മല്ലിക നമ്മളിവിടെ കായ്ക്കുണ്ടല്ലോ. എടോ അതിന്റെ കൊമ്പ് നമുക്ക് വേണം. വിൽപ്പനയ്ക്കുണ്ടോ സാധനം? മല്ലിക നല്ല അതല്ലേ നല്ല മാങ്ങയാണ്. നല്ലൊരു ഫ്ലേവറാണ്. നല്ല സൈസ് ഉണ്ട്, നല്ല ഫ്ലഷ് കൂടുതലാണ്. സ്ഥലം എവിടെയാണ്? ഒറിജിനൽ മല്ലിക. അത് മല്ലിക പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ ഹൈബ്രിഡ് കുറേ മാറ്റം വരുന്നു. ഇപ്പോൾ ഞാൻ ക്ലാസ് എടുത്തതിനതാ ഒരേ മാതൃവിഷം പിതൃവശം ഷെയ്സിൽ വ്യത്യാസം പറയുന്നുണ്ട്. IHRനെ മിയാസാക്കി എന്നപ്പം ₹1,00,000 വാങ്ങ ലക്ഷക്കാരനാണ് കേട്ടാ. ലക്ഷങ്ങള് ഒരാൾ വാങ്ങൂലെന്നുള്ള ലക്ഷം കൊടുത്തിട്ട്. ആ ഈ മാങ്ങ എന്നാലേ പട്ടി ആവലിക്കൂല അല്ല. വരും വരും. ഹൈപ്പ് കൊടുത്തത്ര ഈ മിയാസാക്കി മാങ്ങനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഹൈപ്പ് കൊടുത്ത് ഒരു മാങ്ങയാണ്. പക്ഷെ ആ ടേസ്റ്റും ആ ഫ്ലേവറും നോർമൽ കാറ്റഗറി. ഒരു പ്ലേറ്റ് എടുത്താ മോളെ, ഒരു പ്ലേറ്റ് എടുത്താണ്, ഒരു പ്ലേറ്റ് എടുത്താണ്, ഒരു പീസ് ഇങ്ങോട്ട് ഒരു പ്ലേറ്റ് എന്നാണ്. ഏതാ പൈത്ത ഇതിന്? ഏതാ പൈക്കണ്ടേ? ഇതാ, ഇതൊന്നും പൈത്തിട്ടില്ല. മല്ലിക ഒരു നല്ല മാങ്ങേന്റെ ലക്ഷണം. സാധനേ ഒന്ന് പറഞ്ഞു വേണമെങ്കിൽ മുറിച്ചുതരാം. ഒന്നും പറ്റില്ല. നമ്മൾ അബ്ദുഖാന്റെ പൊയിലി അബ്ദുഖാന്റെ വീട്ടിലെ മാംഗോ ഫെസ്റ്റ് ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ എല്ലാ മാങ്ങകളും മുറിച്ച് കഴിച്ച് എല്ലാവർക്കും ടേസ്റ്റ് നോക്കാനുള്ള നല്ലൊരു അവസരമായിരുന്നു. എല്ലാ മാങ്ങകളും എല്ലാവർക്കും കഴിച്ചു. ഇപ്പൊ നമുക്ക് ഇതിന് കഴിച്ചാൽ റഷീദ് ഭായി, നമ്മളിപ്പോ കഴിച്ച മാങ്ങയിൽ നമുക്ക് ഏറ്റവും രസകരമായി തോന്നിയ മാങ്ങ ഇപ്പൊ ഏതൊക്കെയാണ്? രത്നം ഒന്ന് അടിപൊളിയാണ്. ദശേരി എന്തേന്ന് കല്ലങ്കണ്ടിയാണ്. കല്ലങ്കണ്ടി അത് നല്ല മാങ്ങയായിരുന്നു അല്ലേ? ദശേരി അടിപൊളിയാ. നമുക്ക് മുഗരാള് കഴിച്ച്, മുഗരാളും ഒക്കെ. ഇമാബസത്ത് പിന്നെ പറയണ്ട. പിന്നെ ഒട്ടുമിക്ക മാങ്ങകളും നല്ല തന്നെയാണ്. ഋഷിബായിന്റെ മല്ലിക ഓക്കെയാണ്, അടിപൊളി മല്ലിക. അത്യാവശ്യം വലുപ്പമുണ്ട്, സൈസും ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒറിജിനൽ മല്ലികയാണ്, 100% മാങ്ങയാണത്. അതെ 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 അതെ, ഇങ്ങനെ ആയിരിക്കും. എല്ലാവരും വരുമ്പോൾ അവരുടെ സാന്നിധ്യമായിട്ട് അവരുടെ വീട്ടിലുണ്ടാകാൻ മാങ്ങ കൊണ്ടുവന്നെന്നുള്ളൊരു പ്രത്യേകതയാണ്. അത് ഇവിടെ വെച്ച് എല്ലാവരും കൂടെ ഭാഗിച്ച് കഴിച്ച് അതൊരു സുഖമാണ്. നമുക്ക് ഇതുപോലെ ഒരു മാംഗോ ഫെസ്റ്റിവൽ നമുക്ക് എല്ലാ വർഷവും അതുകൂടെ നടത്തലുണ്ട്. പക്ഷേ ഇത് വളരെ ഗംഭീരമായിരിക്കുന്നത്. കുറേ കാസർഗോഡ് നിന്ന് നമ്മളെ പപ്പുത്ത അതുപോലെയുള്ള കുറേ ആളുകൾ കാസർഗോഡ് നടത്തി പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ തെക്കറ്റം തൊട്ട് വടക്കറ്റമുള്ള എല്ലാ ആളുകളും ഇതിൽ പങ്കെടുത്തുന്നുള്ളൊരു പ്രത്യേകതയാണ്. ഏതായാലും ഇത്തരത്തിലുള്ള മാംഗോ ഫെസ്റ്റിവൽ നമ്മൾ കൂടുതൽ മാങ്ങനെയും മാവിനെയും പറ്റി അറിയാനുള്ള നല്ലൊരു സുവർണാവസരമായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടുണ്ട്. നമ്മളെ മാംഗോ ഫെസ്റ്റ് ഭംഗിയായിട്ട് സമാപിച്ചിന്. എങ്ങനെ ഉദ്ദേശിക്കുന്നത്? ആളുകൾ കൂടുതലുണ്ടെങ്കിലും കൂടുതൽ മാങ്ങണ്ടായിരുന്നു. എല്ലാവരും ടേസ്റ്റ് നോക്കി. അപ്പോൾ ആൾക്കാർ നിങ്ങൾ വന്നുകൊണ്ടിരിക്കട്ടോ, വൈകുന്നേരം വരെ വരും. ഉള്ളത് പറിച്ച് തിന്നാൽ ടേസ്റ്റ് നോക്കാം. ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്, ഔദ്യോഗികമായിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇനി ജൂൺ 5 കാണാം ബഡ്ഡിംഗ് ക്രാഫ്റ്റിൻ്റെ ക്ലാസ്.